ഹായ് നോക്കൂ, ചെടികളുടെ മറവിൽ ഒളിച്ചു മാറുന്ന ഞാനിപ്പെണ്ണ്. ഇതാ നോക്കിയേ, ഇവിടെ മാമനെ കണ്ടിട്ടേ ഒളിച്ചു മാറി കളിക്കുകയാണ്. മാമനോട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഈ ചെടിയുടെ മറവിൽ ഒളിച്ചോടി നിൽക്കുകയാണ് നമ്മുടെ സുന്ദരി കേട്ടോ. അപ്പം ഞാനിപ്പെണ്ണെന്ന് മാമൻ പേരിട്ട ആ സുന്ദരിതോ ഒളിച്ചിരിക്കുന്നുണ്ടോ? മാമനെയാണ് നോക്കുന്നത്. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയുടെ നടുവിൽ നമ്മുടെ ആ കുഞ്ഞ് സുന്ദരി നോക്കുന്നത് കണ്ടോ? എന്താ കാഴ്ചല്ലേ. അതുപോലെ തന്നെ കൂട്ടുകൂടാൻ ഒരുപാട് സ്നേഹമുള്ള ഈ സുന്ദരിക്ക് ഒരു ചെറിയ പേടിയോടെയാണ് നമ്മുടെ മുന്നിൽ തപ്പിക്കളിച്ച് കാണിക്കുന്നത്. എന്തായാലും അവളെ ഒന്ന് ഇണക്കിയെടുത്ത് നമ്മുടെ കൂട്ടുകാരിയാക്കി എടുക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പാവം പിടിച്ചവൾ നോക്കുന്ന നോട്ടം കണ്ടോ? അവൾക്കൊരു സ്പെഷ്യൽ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടേ. എന്നാൽ പിന്നെ ജ്ഞാനിയുടെ മാളത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ജ്ഞാനിയുടെ കൂടെ ഉള്ള ഒരു ജോഡിയാണ് കേട്ടോ. അത് പെണ്ണോ ആണോ എന്നറിയില്ല. പുള്ളിക്കാരിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ആ പുള്ളിയെ നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മളെ കണ്ടാൽ ഓടും കേട്ടോ. അതുപോലെ സ്നേഹം കാണിക്കാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ പിന്നെ ജ്ഞാനി എന്നൊരു പെൺകുട്ടി ഇതാ ഈ ചെടിയുടെ മറയിൽ ഒളിച്ചിരിപ്പുണ്ട്. കാണുന്നവർക്ക് തോന്നുവേ പേടിച്ചിട്ടിരിക്കുകയാണെന്ന്. എന്നാൽ കാരണം അങ്ങനെയല്ല. എൻ്റെ കാലിൻ്റെ ചലനമാണ് ആ സുന്ദരി ഒളിച്ചു നോക്കുന്നത്. കാലിൽ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു സ്നേഹബന്ധം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ അവളെ കാണാൻ വന്നത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം അവളോട് സമയം ചിലവഴിക്കണം. എന്തെങ്കിലും എടുത്തിട്ടേ ഒന്ന് കളിപ്പിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാം. നമ്മളോട് സ്നേഹം കാണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും കേട്ടോ. ഇതാ നോക്കിയേ, അങ്ങനെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. തൊടാനൊന്നും പാടില്ല. തൊടാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടും. ഇതാ തലയൊക്കെ വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമൊക്കെ ഉള്ള ഒരു സുന്ദരി തന്നെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇണക്കി കുറച്ച് നേരം സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അങ്ങനെ അവൾക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുക്കണം. അതുപോലെ കളങ്കമില്ലാത്ത മനസ്സും നന്മ നിറഞ്ഞ സ്നേഹവും കൊണ്ട് അവളിതാ എന്നോടൊത്ത് കളിക്കുകയാണ്. നമ്മുടെ സുന്ദരി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓടും. അത് സത്യമായ കാര്യമാണ്. എന്തായാലും അവളെ കുറച്ച് നേരം കളിപ്പിച്ച് നമ്മളോടൊന്ന് ഇണക്കി കിട്ടാനും ആ ഒരു സ്നേഹം പറ്റിപ്പിടിക്കാനും ഒരുപാട് ഞാൻ ശ്രമിക്കുകയാണ്. അവൾ ഓടിയൊന്നും പോകത്തില്ല കേട്ടോ. ഇതാ അതിലേക്കിറങ്ങി ഇതിലേക്കിറങ്ങി ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ്. നിന്നെ ഞാനിന്ന് വിടില്ലടി. നമ്മളിന്ന് പരിചയപ്പെടാൻ പോവല്ലേ. ഇതാ പോകുന്നുണ്ടോ? ദൂരെ ഒന്നും പോകില്ല. കറങ്ങി കറങ്ങി വീണ്ടും വരും. അതാണ് അവളുടെ സ്നേഹം. ആ നോക്കുന്ന നോട്ടമൊക്കെ കണ്ട ആ പൂക്കളുടെ മറവിൽ. എന്തല്ലേ. ഓടിപ്പോകുന്നതല്ല കേട്ടോ. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വരും. അവിടെ ഞാൻ വീണ്ടും ചെല്ലും. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കളിയാണ് ഇന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒളിച്ചുകളി എന്നൊക്കെ പറയാം. ഈ കാണുന്ന ചെടികളും പൂക്കളും എല്ലാം അവളുടെ സൈഡാണ്. അതാണ് അവളെ മറച്ച് ഒളിപ്പിക്കുന്നത്. എവിടെ പോയെന്നറിയില്ലല്ലോ. ഇവിടെ ഉണ്ടോ? ഇവിടെ എവിടെ കാണും കേട്ടോ. ഇതാ നോക്കിയേ, ഇതാ അവിടെ ഇരിക്കുന്നുണ്ടോ? ആഹാ, കണ്ടുപിടിച്ചു. എടി നീ എന്തിനാ ഓടുന്നത്? നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ? അവളെൻ്റെ കാലിലൊക്കെ നോക്കുകയോ. ആ സ്നേഹം കണ്ടോ? അതുപോലെ തന്നെ ജ്ഞാനി എന്ന് പേര് വയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഫാമിലിയുടെ ഒരു കുഞ്ഞു കുട്ടി അവരെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അവരിട്ടൊരു പേരാണ് ജ്ഞാനി. അവരുടെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാമനും അത് എന്താ പറയുക, ആ ഒരു പേര് വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ജ്ഞാനി എന്ന് പരിചയപ്പെടാൻ കാരണം. അങ്ങനെ ആ സുന്ദരിയാണ് ഇതുപോലെ ഒളിച്ച് കളിക്കുന്നത്. ഈ പൂക്കളുടെ മറവിൽ ഒളിച്ച് എത്ര സമയം നിൽക്കുമെന്നറിയില്ല. എന്തായാലും ഇവിടെയാണ് ഈ കുട്ടിയുടെ താവളം കേട്ടോ. വേറെ പറയാൻ ജലദോഷവും ചുമയും തൊണ്ടവേദനയും എല്ലാം പിടിച്ചിട്ടേ വീഡിയോയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആഹാരം കഴിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 2-3 ദിവസം വീഡിയോയൊന്നും കൊണ്ടുവരായിരുന്നത്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് ലീവായിരുന്നു. ഇന്നൊരു വീഡിയോ ചെയ്യണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഞാനിപ്പെണ്ണിനെ വീണ്ടും കാണാൻ ഇടയായത്. ആ ചെടികളുടെ മറയിൽ ഒളിച്ചിരിക്കുന്ന ഞാനിപ്പെണ്ണിനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ കുട്ടിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും നമ്മളോട് വളരെ സ്നേഹം കാണിക്കുന്ന സ്നേഹമുള്ളൊരു കുഞ്ഞാണെന്ന്. ആ മുഖത്തിൻ്റെ ദയനീയ ഭാവങ്ങൾ കണ്ടോ? ആ പാവം പിടിച്ച നോട്ടം. പെൺകുട്ടിയെ വെളിയിലൊന്ന് ഇറക്കിക്കൊണ്ട് വരാൻ ഒരു വിധത്തിൽ പറ്റുന്നില്ല കേട്ടോ.
ആ ചെടികളുടെ മറയിൽ തന്നെ ഒളിച്ചൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുണ്ട് എന്നാൽ കാണിക്കില്ല, ആ ഒരു തരത്തിൽ. ഞാൻ ഈ ഒരു സംഭവം എടുത്ത് ഇങ്ങനെ കറക്കിയൊക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇണക്കി ഒന്ന് വെളിയിലോട്ട് ഇറക്കാൻ നോക്കുകയാണ്. തലയൊക്കെ ഇട്ട് വെട്ടിക്കുന്നല്ലാതെ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. പേടി മറന്നു കഴിഞ്ഞാൽ വെളിയിലിറങ്ങും, അതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അങ്ങനെ തലയൊക്കെ വെട്ടിച്ച് അങ്ങനെ മറന്നിരിക്കുകയാണ് പേടി. എത്ര സമയം കൊണ്ട് നിന്നെ ഞാൻ ഈ കളിപ്പിക്കുന്നു, നീ കൂടുന്നില്ലല്ലോ. എന്താ നമ്മളടുത്ത് കൂട്ടുകൂടാൻ വയ്യേ? ആ അങ്ങനെ ചെറുതായിട്ടൊക്കെ അനക്കാൻ തുടങ്ങി കേട്ടോ. ആ കൈയുടെ ഒക്കെ കനം കണ്ടോ? നല്ല ഉരുക്കണൊക്കെ ഇരിക്കുക. അത്രയും ഭാഗത്തൊന്നും വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയും കാണുന്നില്ല. എന്താ പറയുക. ആഹാ, അങ്ങനെ നല്ല സ്നേഹത്തോടെ പേടിയൊക്കെ ഒരുവിധം മറന്നു കേട്ടോ. വെളിയിലോട്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ നമുക്ക് നല്ലോണം ഒന്ന് കാണാമായിരുന്നു. വേറെ പറയാൻ വീട്ടിലെ മൊബൈലൊക്കെ ശരിയാക്കി കൊണ്ടുവന്നു. എന്തായാലും വീഡിയോ എടുക്കുമ്പോഴേ ഒട്ടും ക്ലിയർ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോകൾ ഇടണോ വേണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നമ്മളൊരു ഫാമിലി പറയുന്നുണ്ട് കുഴപ്പമില്ല, ആ ഒരു വീഡിയോ ഇടണമെന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും എങ്ങനെയാണ് അഭിപ്രായക്കാരെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഒട്ടും ക്ലിയർ ഒന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ശരിയാക്കി ഇടാം. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് പറയൂ, വേണോ എന്നുള്ളത്. എന്തായാലും വളരെ ക്ലിയർ കുറവാണ്. കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് പോയി തിരിച്ചു വരാം. ഞാനിപ്പെണ്ണ് നമ്മുടെ കൂടെ കളിച്ച് ഒരു സ്നേഹമൊക്കെ പിടിച്ച് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഞാനിപ്പെണ്ണിനെ ഇവിടെ ഞാനൊന്ന് കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പൂരിയാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പെണ്ണിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട്, ഞാനിക്കുന്ന മാത്രമല്ല ഇതുപോലെ കാണുന്ന ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു 2 എടുത്ത് പോക്കറ്റ് വെച്ചായിരുന്നു. അങ്ങനെ ഇവക്കും കൂടെ കൊടുത്തിട്ട് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും. വേറെ ആരെങ്കിലും കാണാൻ പറ്റുമോ ഇല്ലയോ. പോക്കറ്റിൽ നിന്നെടുത്ത പൂരിയുടെ മണം അടിച്ചിട്ടേ അവിടെ കിടന്ന് തപ്പി തടയുകയാണ്. ഇത് എവിടെ നിന്ന് ഇത്രയും നല്ലൊരു മണം വരുന്നത്? നല്ല വെളിച്ചെണ്ണയുടെ മണമൊക്കെയാണല്ലോ വരുന്നത്. അങ്ങനെ എന്തായാലും അവർക്ക് ഒരെണ്ണം കൊടുത്ത് നോക്കാം. അങ്ങനെയെങ്കിലും ഒന്ന് ഇണങ്ങട്ടെ അല്ലേ. ഇത്ര നേരം നമ്മളുടെ കൂടിയതല്ലേ. കയ്യിൽ നിന്നും മേടിക്കില്ല കേട്ടോ. സംഭവം കണ്ടു, നല്ല മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. കഴിക്കടി, മേടിച്ചോ. തറ വെച്ചു കൊടുക്കാം കേട്ടോ. ഒരു പേപ്പറോ ഒന്നുമില്ല വെച്ചു കൊടുക്കാൻ. കയ്യിൽ നിന്ന് മേടിച്ചെങ്കിൽ ഈ പാടുണ്ടായിരുന്നോ? തറയിലിട്ട് മൊത്തത്തിൽ മണ്ണാക്കി. അങ്ങനെ എടുത്തൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആ മണ്ണൊക്കെ അതുപോലെ പറക്കി കളയും. ഒരു കൈയിട്ട് തിന്നുന്നുണ്ടോ? അണ്ണാൻകുഞ്ഞ് തിന്നുന്നത് പോലെ ചക്കാന്ന് കടിച്ചു വിടുകയാണല്ലോ. എടി ഞാനീ ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായി കേട്ടോ. ഇനി ഒരു ചെറിയൊരു പീസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കാമായിരുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ഇതുണ്ടോ, പില്ലുണ്ടോ, അതിനങ്ങ് പിഴുത് കളയണം. എങ്കിലേ ക്ലിയർ കറക്റ്റ് അവളെ എടുക്കാൻ പറ്റൂ. അതിപ്പോൾ ഓടുന്നില്ല കേട്ടോ. പൂരിയൊക്കെ കഴിച്ചപ്പോഴും സ്നേഹമുണ്ട്, എന്നാലും അടുക്കില്ല. ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടോ. ഒരു ചെറിയ പീസൊക്കെ കഴിച്ചിട്ട് വീണ്ടും മണം പിടിച്ച് വരികയാണ്. കൊതിയുള്ള കൂട്ടുകാരിക്ക് പേടിയാണ്, എന്നാൽ കഴിക്കുകയും വേണം. നോക്കിയ തറയിലിട്ട് മണ്ണാക്കി മൊത്തത്തിൽ കുളമാക്കിയതാ. കൈ കൊണ്ടൊക്കെ വലിച്ചു പിടിച്ച് മണ്ണൊക്കെ ആക്കിയിട്ടാണ് തിന്നുന്നത്. എന്ത് ചെയ്യാനാണ്, പേപ്പറൊന്നും ഇല്ലാത്തൊന്നും അങ്ങനെ കൊടുക്കാമായിരുന്നത് കേട്ടോ. തറയിൽ ഇട്ട് കൊടുക്കണ്ടായിരുന്നല്ലേ. വലിയൊരു തെറ്റാണ് ചെയ്തു പോയത്. പാവായിപ്പോയി. മൊത്തത്തിൽ മണ്ണായല്ലോ. നിനക്ക് വേറെ തരാടി, ഞാൻ പൊതിഞ്ഞു കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു പേപ്പറിൽ തരാം കേട്ടോ. അത് എണ്ണ ആയതുകൊണ്ടേ പോക്കറ്റ് വെച്ചാലും എണ്ണ പിടിക്കുന്നത് കൊണ്ടാണേ ഞാൻ ആ പേപ്പറിൽ കൊടുക്കായിരുന്നത്. അവളുടെ തീറ്റ കാണുമ്പോൾ തന്നെ ഒരു പാവം തോന്നുന്നു. ഒരുപാട് മണ്ണൊക്കെ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ആ പേപ്പർ എടുത്ത് ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഇനി അവൾക്ക്. അങ്ങനെ നമ്മുടെ ഞാനിക്കുട്ടി 2 പീസ് കൊടുത്ത് ആ മണ്ണ് പറ്റിയതൊക്കെ പറക്കി തിന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു പേപ്പറിൽ തന്നെ അവൾക്ക് കൊടുക്കാം. അപ്പം ഞാനിയുടെ കാര്യങ്ങൾ പറഞ്ഞ് തൊണ്ട നല്ല വേദനയായി കേട്ടാ. ഇനി റൂമിൽ ചെന്ന് വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ട് തൊണ്ടയ്ക്ക് പിടിക്കണം, അല്ല ഒരു രക്ഷയില്ല. നല്ല വേദനയായി തുടങ്ങി. അങ്ങനെ ഞാനിപ്പണി ആ പേപ്പറിൽ കൊടുത്തു. അവൾക്കത് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടവൊക്കെ അറിയുന്നവളാണേ. നോക്കിയേ, ആ കൊടുത്തിട്ട് വേറെയൊക്കെ മണപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് എന്നെ നോക്കും. ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാ ഈ കൊണ്ട് തരുന്നത്. എന്തായാലും ഒന്നുകൂടെ നോക്കാം. വേണം
എന്ന പേടി എന്തൊക്കെയാണ് നോക്കിയേ. ആ മണ്ണിലിട്ട് വീണ്ടും ഇനി വേണമെന്നില്ല, മതിയായെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് എണ്ണയല്ലേ, മതിയാക്കിയെന്ന് തോന്നുന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു മാമനെയാണല്ലോ എനിക്കിന്ന് കിട്ടിയത്. വെള്ളിയാഴ്ചയായിട്ട് കോള് എന്നായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ ബിരിയാണിയൊക്കെ വരും. ഇതൊക്കെ കഴിച്ച് എല്ലാം കോള് തന്നെ ഇന്നത്തെ ദിവസം. അങ്ങനെ അവൾ കഴിക്കുകയാണ്, സ്നേഹത്തോടെ കഴിക്കട്ടെ. അങ്ങനെ ജ്ഞാനിയുടെ താവളത്തിൽ ഒരുപാട് ചെണ്ടുമല്ലിപ്പൂക്കളും സീനിയപ്പൂക്കളും കുലകുത്തി പൂത്തു നിൽക്കുന്ന കാഴ്ചയും അതിൻ്റെ ഇടയിലുള്ള ഓട്ടവും ചാട്ടവും കളിയും എല്ലാം നമ്മുടെ ജ്ഞാനിക്ക് എല്ലാം ഒരു നേരം പോക്കായിരുന്നു. ആ സമയത്താണ് മാമനും അവളടുത്ത് കൂടിയത്. അങ്ങനെ അവൾ കുറേ സമയം നമ്മളോടൊത്ത് ചെലവഴിച്ചു, എവിടെ ഓടിപ്പോകാതെ. അതൊക്കെ തന്നെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. തൊണ്ടവേദന ആയിട്ട് പോലും ഞാൻ പിന്തുടർന്നു അവളുടെ വീഡിയോ എടുത്തതാണ്. ഞാൻ കൈ കൊടുത്തപ്പോഴേ ഒരു ഷേക്കൻഡ് പോലും തരാതെ ഞാനിപ്പെണ്ണ് ഓടി മാറുകയാണ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, ഇനി ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അപ്പോൾ ഞാനിപ്പെണ്ണിൻ്റെ താവളവും അവളുടെ സ്നേഹമുള്ള ആ ഒരു കളിയും എല്ലാം നമുക്കിഷ്ടമായി, നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടമായടി പെണ്ണേ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് കേട്ടോ. നല്ല തൊണ്ടവലിയൊക്കെ ആയി തുടങ്ങി. ഇനി ഉപ്പിട്ട് വെള്ളം പിടിച്ച് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് മാറിയപ്പോഴാണ് നമ്മുടെ ഞാനിപ്പെണ്ണ് വെളിയിലിറങ്ങിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. അവിടെയൊക്കെ മണപ്പിച്ച് നോക്കുകയാണ് ഇനിയുമല്ലോ ബാലൻസ് ഉണ്ടോ. അങ്ങനെ ഞാനിപ്പെണ്ണിനോട് വിട പറഞ്ഞുകൊണ്ടും ബൈ പറഞ്ഞുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തൊണ്ടവേദന നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.